പൂർവാശ്രമത്തിൽ അച്ഛന് 3 സീസൺ അടിച്ച് പോകുന്ന ഉപകരണങ്ങളും ഉണ്ടായിരുന്നു, ബീച്ചിൽ പോകുന്ന. പക്ഷേ ബിസിനസ്സും ഉണ്ടായിരുന്നു. ഒരു സമയത്ത് ബിസിനസ്സിൽ ചെമ്മീൻ്റെ ബിസിനസ്സായിരുന്നു, ലോറിയിൽ എടുത്തിട്ട് പോയി. സമയത്തിന് ഐസ് കിട്ടാത്തതുകൊണ്ടെല്ലാം ചീനി പോയി, വലിയ നഷ്ടം വന്നു. പിന്നെ പോയി വേറെ സ്ഥലത്ത് മാവേലിക്കര പോയി കച്ചി പന ഉണക്ക് കയറ്റുമതി ചെയ്താണ് ആ കടങ്ങൾ തീർത്ത്. ആ സമയത്ത് ഉള്ള കഷ്ടപ്പാട് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ആ സമയത്ത് നായന്മാരും ബ്രാഹ്മിൺസും ഫീസ് കൊടുക്കുന്ന അതേ ഫീസ് തന്നെ ഇവിടുത്തെ ആൾക്കാർക്ക് കൊടുക്കണം. പിന്നെ സമരം ചെയ്യണം OBC ആക്കിയത്. അപ്പോൾ കോളേജിൽ പഠിക്കുകയാണ്, സഹോദരി കോളേജിൽ പഠിക്കുക, അവർക്ക് ഫീസ് എല്ലാം ചിലവുള്ളതാണ്. അപ്പം ബുദ്ധിമുട്ടുകൾ എനിക്ക് ഇവിടുത്തെ കാണാൻ പറ്റി. ചുറ്റുപാട് പോയപ്പോൾ ഉള്ളവരുടെ കഷ്ടപ്പാട് കാണാൻ പറ്റി, ഇപ്പോഴും കാണുന്നു. അപ്പം അത് കാണുമ്പോൾ എനിക്കൊന്നും ചെറുതില്ല വലുതിനെ കാണാണ് അമ്മ ചിന്തിക്കുന്നത്. അപ്പോൾ നമ്മുടെ ശാസ്ത്രത്തിൽ പറയും തുമ്പ കൊണ്ടെടുക്കേണ്ട തുമ്പ കൊണ്ടെടുക്കല്ലേ. തുമ്പെന്ന് വെച്ചാൽ ചെറിയ ചകിരിയുടെ തുമ്പുണ്ടല്ല, തുമ്പ കൊണ്ടെടുക്കേണ്ട തുമ്പ കൊണ്ടെടുക്കേണ്ട അവസ്ഥ വരരുതെന്ന് പറയും. ഇതുപോലെ ഒരിക്കലും ശിഷ്യൻ റബ്ബർ ബോട്ടാണ്. റബ്ബർ ബോട്ടിൽ എടുത്തപ്പോൾ ചെറിയൊരു ഒരു സൂചിയുടെ അത്ര ഊട്ടുണ്ടായിരുന്നു ബോട്ടിന്. ആൾക്കാരെ കയറ്റിക്കൊണ്ട് പോകണം. ആളെ കയറ്റി ഓടിച്ചു. ചെറിയ ഊട്ടയല്ലേ, സൂചിയുടെ അത്രയല്ലേ ഊട്ടയുള്ളൂ. അങ്ങോട്ട് പോകും തോറും ആ ഊട്ടം വലുതായി വെള്ളം കയറി കോരി പറ്റിക്കാൻ തുടങ്ങി. പക്ഷെ പിന്നെ വലുതായി കോരി പറ്റിയിട്ട് നീങ്ങുന്നില്ല. നടുക്കാഴത്തേന്നും പൊട്ടുന്നു. എന്താ നീ അത് ഇങ്ങനെ എടുത്തോണ്ട് പോയി? അത് ഞാൻ ഇറക്കാൻ നേരത്ത് നോക്കിയപ്പോൾ ഒരു സൂചിയുടെ അത്ര ഊട്ടമുള്ളതാണ്. അത് വലിയ കാര്യമാക്കിയില്ല. പക്ഷെ ചെറുതാണ് അപകടത്തിലെത്തിക്കുന്നത്. അപ്പം ചെറുതിനെ വലുതായി കാണും, വലുതിനെ ചെറുതായിട്ടും കാണും. ചിലപ്പോൾ വലിയ അപകടങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ പോയി ആത്മഹത്യ ചെയ്യാൻ പോകും. അതല്ല എന്നാണ് നമ്മുടെ ശാസ്ത്രം പഠിപ്പിക്കുന്നത്. വലിയ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ അതിനെ നേരിടാൻ പഠിക്കണമെന്നുള്ള, ശരിക്കാനുള്ള മനസ്സുണ്ടാക്കണമെന്നും അതുകൊണ്ട് ശ്രദ്ധ കൊടുത്ത് നമ്മൾ മുന്നോട്ട് പോകണം. ഗുരുത്വവും ഈശ്വരത്വവും രണ്ടല്ല, ഒന്നാണ്. ആ പരമതത്വം തന്നെയാണ് നാം പലതായി കാണുന്ന ഈ പ്രപഞ്ചവും പ്രകൃതിയും. ഋഷീശ്വരന്മാർ പ്രകൃതിയെ നിരീക്ഷിച്ചാണ് ആന്തരിക തത്വം മനസ്സിലാക്കിയത്. അവരുടെ ആഴത്തിലുള്ള നിരീക്ഷണമാണ് ധ്യാനമായി തീർന്നത്. അതിൽ നിന്നാണ് അറിവിൻ്റെ നാനാശാഖകൾ ഉണ്ടായത്. ആവിധത്തെ ധ്യാനാത്മകമായി ഓരോന്നിനെയും നോക്കി കാണുമ്പോൾ ചെറുതും വലുതുമായ എല്ലാ ജീവജാലങ്ങളും നമുക്ക് വിലമതിക്കാനാകാത്ത ജീവിത സന്ദേശം നൽകുന്നുണ്ടെന്ന് മനസ്സിലാകും. തുറന്ന മനസ്സോടെ ഈ ലോകത്തെ നോക്കി കാണുമ്പോൾ അറിവിൻ്റെ ഒരു കലവറ നമ്മുടെ ഉള്ളിൽ താനെ തുറക്കും. അതുകൊണ്ടാണ് ഈ ലോകത്തിൽ ഒന്നിനെയും തള്ളിക്കളയാനില്ലെന്നും എല്ലാത്തിനോടും സ്വീകരണ മനോഭാവം ഉണ്ടാകണമെന്നും പറയുന്നത്.